ഒരു സീറ്റിലും കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു പേയ്മെൻറ്റ് സീറ്റും നടക്കില്ല, ഒരു സ്ഥലത്തുമില്ല. എല്ലാം രാഷ്ട്രീയമായി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളാണ്, അല്ലാതെ നടക്കും വേറെ അല്ല. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വേറെ മറ്റ് നീക്കുപോക്കുകളൊന്നുമില്ല. ഞങ്ങളും പറഞ്ഞാൽ അവരും പറഞ്ഞു, അവരും പറഞ്ഞല്ലോ വേറെ നീക്കുപോക്കുകളൊന്നുമില്ല, ഞങ്ങളുമില്ല. അവർ ഞങ്ങളുടെ മുന്നണിയിലെ കക്ഷിയല്ല. ഞങ്ങളുടെ മുന്നണിയിലെ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കക്ഷിയല്ല. അതിന് CPMന് എന്താ അസുഖം? 3 പതിറ്റാണ്ട് കാലം വെൽഫെയർ പാർട്ടിയല്ല, അവരുടെ പഴയ രൂപമായ ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തതല്ലേ CPMന്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയുണ്ടായില്ലല്ലോ. അന്നെന്താ വർഗീയവാദം ഉണ്ടായില്ലേ? ചുമ്മാ ഇതൊക്കെ CPMന്റെ അവസരവാദമാണ്, CPMന്റെ അവസരവാദമാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? അല്ല, CPMന്റെ അഭിപ്രായം എന്തായിരുന്നു? നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ആളാണല്ലോ. CPMന്റെ അഭിപ്രായം എന്താ? അത് പറ. CPMന്റെ അഭിപ്രായം പറ. CPM 30 കൊല്ലക്കാലം അവരുടെ കൂടെ ആയിരുന്നു. അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കൂടുതൽ ചർച്ച ചെയ്തില്ല. അല്ല, തെരഞ്ഞെടുപ്പല്ലേ, നമ്മൾ അഗ്രസീവ് ക്യാമ്പയിൻ. പിന്നെ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പുതിയ മാതൃകാപരമായിട്ടുള്ളൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അതൊക്കെ ഉപയോഗിക്കണ്ടേ? ഒരു സമുദായവും സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല. ആരും സംസാരിക്കുന്നു? അല്ലല്ല, അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ നിലപാട് ഓരോ സമയത്ത് ഓരോ. അങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ ഒരു സമുദായ നേതാക്കളും സർക്കാരിന് അനുകൂലമായ ഒരു സ്ഥാനം എടുത്തിട്ടില്ല. ആരും എടുത്തിട്ടില്ല. അവർക്കൊക്കെ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും പറയാനും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യരും കേരളത്തിൽ ഇതൊന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. ഇതെങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി അങ്ങനെ സർക്കാർ അനുകൂലമായിട്ട് ഏതെങ്കിലും സമുദായ നേതാക്കൾ പറഞ്ഞാൽ സമുദായത്തിലുള്ളവർ അവർക്കെതിരാവും, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഈ സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ് ആരും അബദ്ധത്തിച്ചൊന്നും ചാടില്ല. അത്രയൊക്കെയുള്ള സാമാന്യ യുക്തി സമുദായ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കുണ്ട്. വെറുതെ അവരെതിരാവാൻ നോക്കില്ല. മനസ്സിലായി?